നമസ്കാരം, എല്ലാവർക്കും ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള 6 മിൽക്ക് ഷേക്ക് ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ബനാന ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കാം. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 5 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര, അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിടാം. ഇതിലേക്ക് 1 കപ്പ് പാല്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിന് മുകളിലേക്ക് അല്പം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പഴമാണ്, പിസ്തയും ബദാമും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഷേക്ക് തയ്യാറാക്കാം. അടുത്തത് ആപ്പിൾ ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് 1 ആപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ആപ്പിൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 8 അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ് ഞാൻ, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് 1 ടീസ്പൂൺ ഷുഗർ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് 5 പീസ് ഐസ് ക്യൂബ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിന് മുകളിലേക്ക് അല്പം ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി അല്പം ബദാമും പിസ്തയും ഇട്ട് കൊടുക്കാം. നമ്മുടെ ആപ്പിൾ ഷേക്ക് റെഡിയായി. ഇനി നമുക്ക് അടുത്ത ഷേക്ക് റെഡിയാക്കാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓറിയോ മിൽക്ക് ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 8 ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഐസ്ക്രീം, ഇതിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, കാര്യം ഐസ്ക്രീമിലും ബിസ്ക്കറ്റിലും ഒക്കെ ഷുഗർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഓറിയോ ഷേക്ക് ഒഴിക്കുന്നതിന് മുന്നേ ഞാൻ ഗ്ലാസ്സിനകത്ത് അല്പം ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ്, ഒരു ബിസ്ക്കറ്റ് 4ആയിട്ട് കട്ട് ചെയ്ത് നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നും ഇതിന് വേണ്ട. അപ്പം നമ്മുടെ ഓറിയോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഷേക്ക് ഏതാണെന്ന് നോക്കാം. അടുത്തത് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് മിൽക്ക് ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അവക്കാഡോ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനല്പം ഷുഗർ കൂടുതൽ വേണം, കാരണം ഇതിനൊരു ചെറിയ കയ്പിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് അല്പം ഷുഗർ കൂടുതലിട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പഴവോ അങ്ങനെ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇത് മാത്രമായിട്ട് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അവക്കാഡോ ഷേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം.
അത് ഒഴിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു അല്പം റോസ് സിറപ്പ് ഇത് ഗ്ലാസിൻ്റെ 4 വശവും ഒഴിച്ചു കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് മുകളിലേക്ക് അല്പം അവക്കാഡോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അല്പം പിസ്തയും ബദാമും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഷേക്ക് തയ്യാറായി. ഇനി നമുക്ക് അടുത്ത ഷേക്ക് ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഐസ്ക്രീം മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ കോഫി പൗഡർ ആയാലും മതി. 1 ടീസ്പൂൺ ഷുഗർ. ഇനി 1 കപ്പ് പാല്. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ചെറുതായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക്. അപ്പം നമുക്കിനി അടുത്ത ഷേക്ക് ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ബ്രെഡ് മിൽക്ക് ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് 2 പീസ് ബ്രെഡ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, കാര്യം നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ഓൾറെഡി സ്വീറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് 1 കപ്പ് പാല്. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട്. ഞാൻ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബ്രെഡിൻ്റെ പീസിൻ്റെ എണ്ണം കൂട്ടാം. എനിക്കിത് അധികം തിക്കാവേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ 2 പീസ് എടുത്തത്. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റട്ടെ. ഇനി ഇതിന് മുകളിലേക്ക് അല്പം ചോക്ലേറ്റ് സിറപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി അല്പം പിസ്തയും ബദാമും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ മിൽക്ക് ഷേക്കും കൂടെ എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ 6 മിൽക്ക് ഷേക്കും റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റ് ഒക്കെ വരുമ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.